ദൈവത്തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷനും ഈ ടീമിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകനായ ഷാബു പാസ്റ്റർ, ടീം മെമ്പേഴ്സായിട്ടുള്ള സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ പ്രസിദ്ധരായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, പ്രാർത്ഥിച്ച കർത്തൃദാസന്മാർ, മറ്റ് സഹപ്രവർത്തകർ, ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ദൂരത്തുള്ളവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ആരംഭത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ യേശുവിൻ്റെ ഒരത്ഭുതം ആണ് വിവരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിനാധാരമായിട്ട് ഒരു വചനം വായിക്കുവാൻ ആവശ്യപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. 5-ാം അധ്യായമാണ്, 39-ാമത്തെ വാക്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങിയത്രയെന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. പ്രൈസല്ലോ. നമുക്ക് 1-2 വാചകങ്ങൾ കൂടെ ഈ വചനത്തിന് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നല്ല പാട്ടുകൾ ഞങ്ങളെ കേൾപ്പിച്ചു, കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഞങ്ങളെ സഹായിച്ചു. വചനം ഇന്ന് രാത്രി ഞങ്ങൾ വായിച്ചിരിക്കുന്നു. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സർവ്വസ്ഥ പിതാവേ, ആമേൻ. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേ അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 30-ാമത്തെ വാക്യമാണ് വായിച്ച് പ്രസംഗിച്ചത്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് ഈ അധ്യായത്തിൽ നിന്ന് 9-ാമത്തെ വാക്യം പ്രസംഗിച്ചിട്ടുണ്ട്. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ കൺവെൻഷൻ വേദികളിൽ പ്രസംഗിക്കാറുള്ള 3 പ്രഭാഷണങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നോക്കി ഇവിടെ എന്തൊക്കെയാണ് പ്രസംഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 എണ്ണം പ്രസംഗിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് 1 എണ്ണം ബാക്കി കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് തീർത്തേക്കാം എന്ന് വിചാരിച്ചു. ഒരു പോർഷൻ അങ്ങ് തീരുമല്ലോ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തെക്കുറിച്ച് ഈ 3 പ്രസംഗങ്ങളിലും പറയുന്ന മുഖവുരകൾ ഒന്നാണ്. ആ മുഖവുരയിലേക്ക് 1-2 മിനിറ്റുകൾ. 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. ഹ്രസ്വം, സജീവം, ദൃഢം എന്നൊക്കെ പറയും. 5-ാം അധ്യായത്തിൽ 3 ചോദ്യങ്ങളാണുള്ളത്. 9-ാമത്തെ വാക്യത്തിൽ നിൻ്റെ പേരെന്ത്? 30-ാമത്തെ വാക്യത്തിൽ എൻ്റെ വസ്ത്രം തൊട്ടതാര്? 39-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഈ ആരവാരവും കരച്ചിലും എന്തിന്? 9-ാമത്തെ വാക്യത്തിൽ ഭൂതഗ്രസ്തനായ മനുഷ്യനെ വിടുവിക്കുന്ന യേശുവിനെ കുറിച്ചാണ്. 30-ാമത്തെ വാക്യത്തിൽ രോഗത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശുവിനെ കുറിച്ചാണ്. ഇന്ന് രാത്രിയിൽ നമ്മെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശുവിനെ കുറിച്ചാണ്. 3 12കളുടെ സംയോജനം ഈ അധ്യായത്തിലുണ്ട്. 2 എണ്ണത്തിന് വാക്യമുണ്ട്, 1 എണ്ണത്തിന് വാക്യമില്ല. യായിറോസിൻ്റെ കുഞ്ഞിൻ്റെ പ്രായം 12. ഈ ഭാഗത്തുണ്ട്. ലൂക്കോസ് 8-ാം അധ്യായത്തിലും കൂടെ കണക്റ്റഡാണ്. രക്തസ്രാവം ബാധിച്ച സ്ത്രീയുടെ രോഗത്തിൻ്റെ പഴക്കം എത്രയാണ്? 12. ഭൂതഗ്രസ്തൻ്റെ രോഗത്തിൻ്റെ പഴക്കം 12 പറഞ്ഞിട്ടില്ല. വേദചിന്തകന്മാർ 12 ഏകദേശം അനുമാനിക്കുന്നു. ഒരു യോജിപ്പിന് വേണ്ടിയാണോന്നറിയില്ല. ആ അനുമാനം ശരിയെങ്കിൽ 36 വർഷത്തെ പ്രശ്നം ഒരുമിച്ച് ഈ അധ്യായത്തിൽ വരികയാണ്.
പരിഹരിക്കുന്ന യേശുവിന് അത്രയും പ്രായം പോലുമില്ല. സ്തോത്രം. ഈ രോഗം വരുന്നത് കൊച്ചു കുഞ്ഞായപ്പോൾ മുതലേ രോഗം വരും. ജനിച്ചു വീണപ്പോൾ രോഗം വരും. എൻ്റെ രണ്ടാമത്തെ മകൾ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് രോഗം വരും. വരാം എന്നാണ്, വരുമെന്നല്ല, വരാം. എന്നാൽ ഭൂതഗ്രസ്തനാകുക എന്ന് പറയുന്നത് തീരെ ചെറുപ്പമല്ല. ഒരു ഇതൊക്കെ കൗമാരം, ബാല്യം, ആ സമയത്തൊക്കെ വരും. മരണം സംഭവിക്കുന്നത് വാർദ്ധക്യത്തിലാണ് സാധാരണഗതിയിൽ, അല്ലാതെയും വരാം. എന്തായിരുന്നാലും ജീവിതത്തിൻ്റെ 3 പ്രായത്തിലുള്ള ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന 3 പ്രശ്നങ്ങൾ: ബാല്യത്തിൽ, വാർദ്ധക്യത്തിൽ, എപ്പോൾ വേണമെങ്കിലും. അർത്ഥം, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ യൗവനക്കാർ മുതൽ വാർദ്ധക്യത്തിൽ ഉള്ളവർ വരെയുള്ള എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ യേശുക്രിസ്തുവിന് കഴിയും. അതാണ്. ഇതൊക്കെ ഞാൻ ഈ 3 പ്രസംഗത്തിലും പറയുന്ന കാര്യങ്ങളാണ്, അധ്യായത്തിൽ നിന്നായതുകൊണ്ട്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ ജീവിതം 33.5 വർഷമാണ്. 3 തിരിച്ചിട്ടുണ്ട്. 12, 18, 3.5. 12, 18 നമുക്ക് പഠിക്കാൻ തന്നിട്ടില്ല. എന്നാൽ ചുകഞ്ഞ് പഠിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3.5 വർഷം കർത്താവ് ചെയ്തത് 35-ലേറെ അത്ഭുതങ്ങളാണ്. എണ്ണി തട്ടപ്പെടുത്തുമ്പോൾ 35 ഉണ്ട്, അത് കൂടുതൽ കാണും. ഈ 35 അത്ഭുതങ്ങൾ 6 സ്ഥലങ്ങളിലായിട്ടാണ് ചെയ്തത്. ഒന്ന് വീട്ടിൽ, ഒടുവിലത്തേത് ശവക്കോട്ടയിൽ. അതിനിടയിൽ നടന്ന 4 സ്ഥലങ്ങൾ: പള്ളി, കടൽ, കര, വഴി. ഒരു മനുഷ്യൻ ജനിക്കുന്നത് വീട്ടിലാണ്, അടക്കം ചെയ്യുന്ന ശവക്കോട്ടയിലാണ്. അതിനിടയിൽ അവൻ ബന്ധപ്പെട്ട് കിടക്കുന്ന 4 സ്ഥലങ്ങൾ: കടൽ, കര, പള്ളി, വഴി. അപ്പോൾ ഈ മനുഷ്യന് ഈ 6 സ്ഥലങ്ങൾ കൂടാതെ ഒരു മനുഷ്യൻ്റെ യാത്ര പൂർണ്ണമാകുന്നില്ല. ഈ 6 സ്ഥലത്തും യേശു അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ യേശു മരിച്ചവരെ ഉയർപ്പിച്ചത് 3 ആളുകളെയാണ്. 3 കുരുടന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അതെന്താണ് ഈ 3 പോയത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എന്നേ പറയാനൊക്കത്തുള്ളൂ. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാ ആളുകളെയും വിടുവിക്കാൻ വന്നു എന്ന് വ്യാഖ്യാനിക്കരുത് അക്ഷരികമായി. എല്ലാവരെയും വിടുവിക്കാൻ വന്നത് അവരുടെ നരകശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലായ ക്രൂശമരണം വരിക്കാനാണ്. അല്ലാതെ എല്ലാ കുരുടന്മാരെയും വിടുവിച്ചോളാമെന്നോ എല്ലാ രോഗികളെയും സൗഖ്യമാക്കിക്കൊള്ളാമെന്നൊന്നും ഒരു വലിയ പദ്ധതിയിട്ടല്ല വന്നത്. അത് നടക്കുന്നതിൻ്റെ കാരണം യേശു വന്നതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ വേണ്ടി വരും. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഒരു ചായയും ഒരു സ്നാക്സും കഴിക്കുന്നു, നിങ്ങൾ കാണുന്നു. ഉടനെ നിങ്ങൾ പറയുകയാണ്, ജോയി പാറയ്ക്കൽ പാസ്റ്റർ അങ്കമാലിയിൽ നിന്ന് ചായ കുടിക്കാൻ തിരുവനന്തപുരം വരെ വന്നു, ഞാനത് കണ്ടതാണ്. ശരിയോ തെറ്റോ? ശരിയുമാണ്, തെറ്റുമാണ്. ഞാൻ ചായ കുടിക്കുന്നതും കഴിക്കുന്നതും നിങ്ങൾ കണ്ടതാണ്. പിന്നെ അതിനകത്തെന്താ തെറ്റ്? പക്ഷെ ഞാൻ 1 സൈഡ് മാത്രം 300 രൂപ വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്ന് ചായയും 2 പഴംപൊരിയും കഴിക്കേണ്ട കാര്യമുണ്ടോ? അങ്കമാലി വന്ന് 1 കിലോ പഴംപൊരി എന്ന് വെച്ച് എനിക്ക് പോകാൻ മേലേ. അപ്പം ഞാൻ വന്നത് ഇവിടെ പ്രസംഗിക്കാനാണ്. വന്ന കൂട്ടത്തിൽ ചായ കുടിച്ചു, അതൊരാവശ്യമായിരുന്നു. ഇതുപോലെ യേശു വന്നത് നമ്മെ പാപ, ശമ്പള, മരണ, നരക, ന്യായവിധിയിൽ നിന്ന് വിടുവിക്കാനാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം അതൊക്കെ ചെയ്യാൻ അവന് കഴിവുണ്ട്, അതുകൊണ്ടാണ്. അതായിരുന്നില്ല യേശുവിൻ്റെ മുഖ്യ അജണ്ട.
അതുകൊണ്ടല്ലേ 10 പേര് സൗഖ്യമായി പോയി, ഒരുവൻ തിരിച്ചു വന്നു, ബാക്കി 9 എവിടെ? ആ റിപ്പോർട്ടൊന്നും വേണ്ട, പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ റിപ്പോർട്ടും സപ്പോർട്ടൊക്കെ കുട്ടിക്കിണക്കാൻ. അപ്പം ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള ഒരു അത്ഭുതം, അതിൻ്റെ ഒരു മഹാത്മ്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ വേദഭാഗത്തേക്ക് വരാം. എൻ്റെ സമയം 9:30 പറഞ്ഞു കേട്ടു. കുറച്ചുകൂടെ നേരത്തെ നിർത്താമെന്ന് നോക്കാം. ആഷിൻ്റെ ആ മൂളലിൽ എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ എടുത്തോ. നല്ലൊരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ മൂളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു 5-10 മിനിറ്റ് നേരത്തെ നിർത്താം. ഞാനൊരു പാട്ടൊക്കെ പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. ഒത്തിരി പാട്ടുണ്ട്, പഴയ പാട്ടുകൾ. ഇദ്ദേഹം എന്നുള്ളിൽ നിന്നും അതൊക്കെ ഞാൻ വളരെ ആസ്വദിച്ച് കേൾക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാട്ടൊക്കെ കേട്ട് നമുക്ക് പോകാൻ നോക്കാം. ഗ്രാമപ്രദേശമല്ലേ, കുറച്ച് വൈകി എന്നുള്ളതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. മനഃപൂർവ്വമായിട്ട് വൈകുന്നില്ല. വിഷയം നേരത്തെ പറഞ്ഞു വീട്ടിൽ വിടാം. മർക്കോസിൻ്റെ സുവിശേഷം ഈ ഭാഗത്തേക്ക് വരാം. 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഭൂതഗ്രസ്തൻ്റെ സംഭവമാണ്. 23, 24 വാക്യങ്ങൾ യായിറോസിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. യായിറോസ് യേശുവിൻ്റെ അടുക്കൽ വരുന്നു. യേശു ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവൻ ഓടി വന്നിട്ട് യേശുവിൻ്റെ കാലിലോട്ടങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, യേശുവേ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു. നീ വന്ന് കൈവച്ചാൽ അവൾ രക്ഷപ്പെടും. യേശു യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രസംഗം നിർത്തി. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ യായിറോസിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. പക്ഷേ ആരും പിരിഞ്ഞു പോയില്ല. യേശു ഏതിലേ പോയോ അതിൻ്റെ പുറകെ ജാഥയായിട്ട് ആളുകൾ പോവുകയാണ്. അങ്ങനെ ഒരു ജാഥയായിട്ട് പോകുമ്പോഴാണ് 25-ാമത്തെ വാക്യം മുതൽ 34-ാമത്തെ വാക്യം വരെ രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. രക്തസ്രാവം പിടിച്ച സ്ത്രീ യേശുവിൻ്റെ വാർത്ത കേട്ടു. അവൾ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊടുന്നു. കഴിഞ്ഞ പ്രസംഗം അതായിരുന്നു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലുള്ള 6 പ്രത്യേകതകൾ. അപ്പോൾ അവളെ പിടിച്ചു. യേശു ആരെ തൊട്ടത് കൊണ്ടുവന്നു, സംസാരിക്കുന്നു. അപ്പോയിൻമെൻ്റ് എടുത്തത് യായിറോസാ. എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് അപ്പോയിൻമെൻ്റ് എടുത്തത് യായിറോസാ. പക്ഷേ വിടുതൽ ആദ്യം കിട്ടിയത് രക്തസ്രാവക്കാരി സ്ത്രീക്കാണ്. അപ്പോൾ അവനങ്ങനെ ഒരു അസ്വസ്ഥനായിട്ട് നിൽക്കുക. കാരണം ഞാനല്ലേ അപ്പോയിൻമെൻ്റ് എടുത്തത്. അവളെ വിളിച്ച് നിൻ്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിടുന്ന ആ ഗ്യാപ്പിൽ സമയം നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ കുഞ്ഞു മരിച്ചു. ആ കുരുക്കഴിച്ച് മുന്നോട്ട് പോവുകയാണ്. 26-ാമത്തെ വാക്യം 36-ാമത്തെ വാക്യം മുതൽ. കുരുക്കഴിച്ച് യേശു മുന്നോട്ട് പോകുമ്പോഴേക്കും യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നു. മുൻപിലാണ് യായിറോസ് എന്ന് വിചാരിക്കാം, പുറകെ വരാം. തടഞ്ഞു പറഞ്ഞു, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, വിട്ടേര്, നിൻ്റെ കുഞ്ഞ് മരിച്ചു. അവിടെയാണ് ഞാൻ ഈ പ്രസംഗത്തിൽ ഏറ്റവും അധികം ആഴത്തിൽ ചിന്തിച്ചതും എൻ്റെ മനസ്സിനെ ഇളക്കിയതും അവിടെയാണ്. യായിറോസിൻ്റെ മുമ്പിൽ മരവിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് യേശു പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ജാഥ മുൻപോട്ട് പോയി. വീടിൻ്റെ മുറ്റത്ത് ചെന്നപ്പം പന്തലിട്ടിട്ടുണ്ട്. യഹൂദന്മാരുടെ മരണസമയത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞാൻ പുറകെ പറഞ്ഞോളാം. കരച്ചിൽ, ബഹളം. ഇത് കണ്ടപ്പോൾ യേശു അവരോട് പറയുന്ന ഭാഗമാണ് ഈ ചോദ്യം. നിങ്ങളുടെ ഈ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. അവരവൻ്റെ വാക്കിനെ പരിഹസിച്ചു. യേശു പറഞ്ഞു, അവിടെ നിൽക്ക്, അകത്തോട്ട് കയറട്ടെ. ആരൊക്കെ? യേശു
പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 4 പേരായി. അപ്പൻ, അമ്മ 6 പേരായി. അതിന് ഡെഡ് ബോഡിയും കൂടെ ഉണ്ടല്ലോ. മൊത്തം എത്രയായി? 7. പുറകെ പറയാം. ഒറ്റയാളെയും അകത്തേക്ക് കടത്തണ്ടെന്ന് പറഞ്ഞു. അകത്ത് കടക്കാൻ സമ്മതിക്കാതെ എന്ന് പറഞ്ഞാൽ കഥ കടച്ചു എന്നൊന്നും അർത്ഥമില്ല. പക്ഷേ സമ്മതിച്ചില്ല. എന്തിനായി ഒത്തിരി അകത്ത് കയറുന്നത്? യേശു ആ കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ചു. തലീഥാ കൂമി, ബാലേ എഴുന്നേൽക്ക്. അവൾ എഴുന്നേറ്റിരുന്നു. യേശു പറഞ്ഞു അവൾക്ക് ഭക്ഷണം കൊടുക്കണം. എന്നാ സ്നേഹമാണ്! ഈ യേശു അപ്പനുമാണ്, അമ്മയുമാണ്, ചേട്ടനുമാണ്, എല്ലാമാണ്. നമ്മുടെ ബൈബിളിലുണ്ട്. അവൻ അപ്പനാണെന്നുണ്ട്, ആദ്യ സഹോദരനാണെന്നുണ്ട്, ഏകജാതനാണെന്നുണ്ട്, അമ്മയാണെന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൻ ആദ്യം പറയും ഇരിക്ക്, കസേരയെ തരുള്ളൂ. അമ്മയോ വല്ലതും കഴിച്ചോ മക്കളെ? ഒരു ചായ ആരാ കൊണ്ട് തരും? അമ്മ. അപ്പോൾ വീട്ടിനകത്തോട്ടേക്കുള്ള പ്രവേശനം ആ വീട്ടുകാർ കൊടുക്കാമെങ്കിലും അവൾക്ക് ഭക്ഷണം കൊടുപ്പില്ലെന്ന് പറഞ്ഞതിലൂടെ ഒരു അമ്മയുടെ സ്നേഹവും കൂടി യേശു വെളിപ്പെടുത്തുകയാണ്. ആ ഭാഗം അവിടെ അവസാനിച്ചു. ഈ വേദഭാഗത്തിൽ നിന്നാണ് ഇന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഈ യായിറോസ് ഓടി വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. അപ്പോയിൻമെൻ്റ് ഒരു രസമാണ്. ഇവൻ പള്ളിയിലെ പ്രമാണി, VIP ആണ്, സാധാരണക്കാരനൊന്നുമല്ല. അപ്പോൾ ഒരാളെ വേണി പറഞ്ഞു വിടാം, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, സൗകര്യം ഉണ്ടോയെന്ന് ചോദിക്കാമോ എന്നൊക്കെ ചോദിക്കാം. ഒന്നുമില്ല. നേരെ വന്ന കാലേ വീഴുക. അവിടെയാണ് എൻ്റെ ചിന്തകൾ ചിന്തേറിടുന്നത്. ഒരു പള്ളിയിലെ പ്രമാണി വന്ന് പരസ്യമായി യേശുവിൻ്റെ കാലിൽ വീഴണമെങ്കിൽ എന്താണതിൻ്റെ കാരണം? ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പ്രസംഗത്തിന് ഇട്ടിട്ടുണ്ട്. ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാനിത് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ കൈപൊക്കി ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എന്താ കാര്യം? അവരൊക്കെ ആശ്രയിച്ചവരാണ്. ആ സമയത്തൊക്കെ യേശു കൊള്ളാകുന്നവനാണെന്ന് ബോധ്യം വന്നവരുമാണ്. അതാണ് അവർ ഈ സ്തോത്രമൊക്കെ പറയുന്നത്. ആശ്രയിക്കാൻ കൊള്ളാകുന്നവനാണ് യേശു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും സ്തോത്രം ചെയ്യേണ്ടതിന് ഇന്ന് രാത്രിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഒരത്ഭുതം ചെയ്യട്ടെ. ശാന്തമായിട്ട് ചിന്തിച്ചോ. എല്ലാ ദിവസവും മീറ്റിംഗ്. കട്ടപ്പനയിൽ നിന്ന് ഒരു 8 മണിക്ക് വണ്ടി കയറി. എനിക്കാണെങ്കിൽ ഒരു പാട്ട് മിസ്സാകുമോ എന്ന് പേടിച്ചാണ് വരുന്നത്. ഞാൻ ഒരാൾ പറഞ്ഞു തന്ന വഴി അല്പം മാറിപ്പോയി. അതുകൊണ്ട് അങ്ങനെ മുണ്ടക്കയം റാന്നിരുമേലി വഴി വരാനിരുന്നപ്പോൾ അല്പം പാളിച്ച പറ്റി. വീണ്ടും ചങ്ങനാശ്ശേരി വന്നിട്ട് അങ്ങനെ പോരേണ്ടി വന്നു. കാറുണ്ട്, അത് അടൂർ കിടക്കുകയാണ്. കാരണം പിന്നെ 2-3 ദിവസമായി ഇറങ്ങിയിട്ടപ്പോൾ നാളെ കൊട്ടാരക്കൽ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഈ വീട്ടിൽ വന്ന് കയറി. അവിടെ ഇരുന്നുകൊണ്ടാണ് ഒരു പാട്ട് കേട്ടത്. അത് മിസ്സായതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇനി എൻ്റെ നിർബന്ധം ഒറ്റ പാട്ടും മിസ്സാകരുതെന്നാണ്. എൻ്റെ മാത്രം നിർബന്ധമാണത്. എല്ലാവരുടെ ആയിക്കൊള്ളുന്നില്ല. അപ്പം നമുക്ക് നേരെ ഇതിൽ ആശയങ്ങളിലേക്ക് പോകാം. വിഷയം മറക്കണ്ട. ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒന്ന് പറയുന്നേ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഓക്കെ, ഞാൻ 4 കാര്യങ്ങൾ 4 കുറിപ്പുകൾ പറയാം. എൻ്റെ മിക്കവാറും പ്രസംഗമൊക്കെ അങ്ങനെ 3 പോയിൻ്റ് 4 കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ പറയാൻ എളുപ്പത്തിനും സമയക്രമീകരണത്തിനും വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എവിടെയെങ്കിലൊക്കെ ഒരു പോയിൻ്റ് വിശദീകരിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത പോയിൻ്റ് കുറയ്ക്കും. അപ്പോൾ സമയം ക്ലിപ്തമാകുമല്ലോ. എന്തുകൊണ്ടാണ് ഇവൻ വന്ന് കാലേ വന്ന് വീണത്?
അതാണ് ചിന്തിക്കുക. കാലിൽ വന്ന് വീഴാനുള്ള കാരണം എന്താണ്? അങ്ങനെയൊന്നും കാലിൽ വീഴാൻ പാടില്ല. കാരണം യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താ പ്രശ്നം? യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകുന്നതിന് ആർക്കും വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ അവനെ ആരായിട്ട് വിശ്വസിക്കരുത്? ക്രിസ്തുവായി വിശ്വസിക്കാൻ പാടില്ല. യേശുവായിട്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് വന്ന ഒരു പ്രവാചകനായി അവനെ വിശ്വസിക്കുന്നതിന് യഹൂദന്മാർക്കൊരു തടസ്സമൊന്നുമില്ല. പക്ഷേ മിശിഹ ആയിട്ട്, ദൈവമായിട്ട്, ക്രിസ്തുവായിട്ട് അവനെ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗം വന്നിരിക്കുന്നൊക്കെ പറഞ്ഞപ്പം ആളുകൾ അവൻ്റെ ലാവണ്യ വാക്കുകൾ കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. കൊള്ളാം, ബെസ്റ്റ് മെസ്സേജ്, അങ്ങനെ വേണം പ്രസംഗിക്കാൻ, കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. ആരവാരം ഒടുങ്ങും മുൻപ് യേശു പറഞ്ഞു, അബ്രഹാമിനേക്കാൾ മുൻപ് ഞാനുണ്ട്. കല്ലെടുത്തു. മോശയേക്കാൾ മുമ്പ് ഞാനുണ്ട്. അതവർക്ക് സഹിച്ചില്ല. കാരണം ഇവൻ ദൈവമാകാൻ വേണ്ടി പ്രസംഗിക്കുക. കല്ലെടുത്തു അവർ. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, ജനത്തെ കൂട്ടാൻ ഏതു വിടുതലും പറയാം, പക്ഷെ പിരിഞ്ഞു പോകും മുൻപ് സത്യം പറഞ്ഞിരിക്കണം. ഇതല്ലാതെ വേറെ മാർഗമില്ലെന്നുള്ള നിർമ്മലമായ സുവിശേഷം പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ വിടുതലുകാരായിട്ട് മാറും ആളുകൾ. എവിടെ വിടുതലുണ്ട് അവിടെയൊക്കെ ഒന്നിങ്ങനെ വിടുതൽ മേടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നടക്കും. ഒരു വാക്യം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. യേശുവിനെ ക്രിസ്തു എന്ന് പറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് അന്ന് നിയമമുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിനെ ആരെങ്കിലും ദൈവമായിട്ട് കണ്ടാൽ അവനെ പള്ളിയിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്താക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ആളുകൾക്ക് എന്നെയൊക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ കൂട്ടുകാരനെയൊക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത്. ഞാനൊരു കൂട്ടുകാരനൊക്കെ ഒരുമിച്ചാണ് പള്ളിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിനാണ് ആദ്യം കത്ത് വന്നത്. തിരുസഭയുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? പുറത്താക്കിയിരിക്കുന്നത്. തൊട്ടുപുറകെ കത്ത് വരേണ്ടത് എനിക്കാണ്, പക്ഷെ വന്നില്ല. അതിൻ്റെ കാരണം പറയാം. ഇങ്ങേര് എന്നേക്കാൾ ഭയങ്കര തീവ്രവാദിയായിരുന്നു. മുടക്കാതിരിക്കത്തക്ക എന്തെങ്കിലും ന്യായമായ കാരണമുണ്ടെങ്കിൽ ഇന്നേ ദിവസം കത്ത് കിട്ടി എന്നേ മുതൽ 7 ദിവസത്തിനകം എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണമെന്നാണ് അങ്ങേർക്ക് വന്ന കത്തിനകത്ത്. അങ്ങേര് മറുപടി കൊടുത്ത് കേൾക്കണോ നിങ്ങൾക്ക്? തീവ്രവാദിയാണ്. വലിയ മറുപടി കൊടുത്തു. ഇത്രയും കൊല്ലം എന്നെ ഈ വചനത്തിൻ്റെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകാതെ പറ്റിച്ചതുകൊണ്ട് ഈ കത്ത് നിങ്ങൾക്ക് കിട്ടി 7 ദിവസത്തിനകം. എൻ്റെ വീട്ടിൽ വന്ന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ മുടക്കുന്നു. ഭയങ്കര തീവ്രവാദിയാണ്. ഈ പുള്ളിയുടെ കത്ത് ചെന്നത് കാരണം പിന്നെ എനിക്ക് കത്ത് വന്നില്ല. ഇനി ഞാൻ അതിനേക്കാൾ വലിയ കത്ത് പോലെ എഴുതുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ കത്ത് വന്നിട്ടില്ല. അപ്പം അന്നത്തെ ഒരു രീതി ഏതാ? യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ഇപ്പം ഈ യോഗത്തിന് ഒരാൾ വന്നു, ഒരാൾ യേശു കർത്താവായി സ്വീകരിച്ചു. ഉടനെ യോഗത്തിൽപ്പെട്ട ഒരാൾ അവിടുത്തെ പള്ളി ചെന്നിച്ച് പറഞ്ഞു, നമ്മുടെ പള്ളിയിൽപ്പെട്ട ഒരുത്തൻ യോഗത്തിന് പോയിട്ടുണ്ടായിരുന്നു, അവൻ യേശുവിനെ കർത്താവുമായി സ്വീകരിച്ചു, അവൻ യേശുവിൻ്റെ പുറകെയാണ്. അപ്പം പള്ളിയിലെ കമ്മിറ്റി കൂടും. ഇവനെ എന്ത് ചെയ്യണം? ഇവനെ പുറത്താക്കണം. ഇങ്ങനെ ഇവരെ പുറത്താക്കണം എന്ന കമ്മിറ്റി കൂടുന്ന ആ കമ്മിറ്റിയിലെ പ്രമാണിയാണ് ഈ പുള്ളിക്കാരൻ. യേശുവിനെ മിശിഹായായി വിശ്വസിക്കുന്നവരെ പുറത്താക്കുന്ന കമ്മിറ്റിയിലെ ഒരു അംഗമാണ് യായിറോസ്. അവനാണിപ്പോൾ യേശുവിൻ്റെ കാലം വന്ന് വീണ് കിടക്കുന്നത്. നിസ്സാര കാര്യത്തിന് വീണ് കിടക്കും തോന്നുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഒരു വിലപ്പെട്ട കനപ്പെട്ട ഒരു വാചകം പറയുകയാണ്: പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് ദൈവം.
പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്നതിനെ കരങ്ങൾ കൊണ്ട് കെട്ടിപ്പിടിപ്പിക്കുന്നവനാണ് ദൈവം. ഈ ഉപദേശി എൻ്റെ വീട്ടിൽ കയറണ്ട എന്ന് നീ പറഞ്ഞാൽ ആ ഉപദേശി ഒന്ന് വിളിച്ചുകൊണ്ട് വാ, ഒന്ന് പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്നൊരു കാലം നിൻ്റെ ജീവിതത്തിൽ വരും. ഈ വേദപുസ്തകത്തിൻ്റെ പേജുകൾ വലിച്ചു കീറി ഇതെൻ്റെ ദൈവവിശ്വാസിയെ വെല്ലുവിളിച്ച് കടലയും കപ്പലിൻ്റെയും പൊതിയാൻ കൊടുത്താൽ നിന്റെ കീറിപ്പറഞ്ഞ നെഞ്ചത്ത് ഈ പുസ്തകം വെച്ച് അന്ത്യശ്വാസം വലിക്കുന്നൊരു കാലം വരും. അധരങ്ങൾ കൊണ്ട് ഇതിനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ ആലിംഗനം ചെയ്യുന്നൊരു കാലം വരും. ഇത് ഞാൻ പറയുമ്പോൾ അംഗീകരിക്കുന്നവരാ കരമൊന്ന് ചേർത്തടിച്ചോ. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ യോഗത്തിൽ പ്രതികരിക്കണം. പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. വെറുതെ മസിൽ പിടിച്ച് നിൽക്കണ്ട അച്ഛാ. ഞാൻ പറയും, ഞങ്ങളൊന്നും പെന്തക്കോസിൽ ഓടിക്കേറിയതൊന്നുമല്ല. കയറാതിരിക്കാൻ അരക്കൈ നോക്കിയതാ, പക്ഷേ ഫുൾ കൈ ഇടേണ്ടി വന്നു. കണ്ടോ, ഭയങ്കര ചൂടാ, എന്നിട്ടും ഫുൾ കൈയാ. മടക്കി വെച്ചാൽ കൊള്ളാമെന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. പിന്നെ ഇതിങ്ങനെ ശീലിച്ചു, ഇത് കഴിയ ചെയ്യണം മടക്കാൻ. എന്തിനാ വെറുതെ അരക്കൈ നോക്കുന്നേ? എന്തായാലും പാപം ചെയ്യുന്നവനും പാപപരിഹാരകനായ യേശുവിൻ തമ്മിലാണ് ഇവിടുത്തെ യുദ്ധം. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരുവനെ ജയിക്കൂ, അത് യേശുവായിരിക്കും. വെറുതെ മൂക്കിൽ പല്ല് മുളയ്ക്കുന്നവരെ നടന്ന് ചുമച്ചും കൊരച്ചും തുപ്പിയും ആർക്കും വേണ്ടാതാകുന്ന പ്രായത്തിൽ ഇനിയുള്ള കാലം കർത്താവിന് എന്ന് പറഞ്ഞ് വാർദ്ധക്യത്തിൽ ചുക്കും ചുളിവും വീഴുമ്പോൾ വരാൻ നോക്കി നിൽക്കാതെ, താങ്കൾക്ക് വേണ്ടി ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ചോര തിളയ്ക്കുന്ന 33.5 വയസ്സായത് എന്നെങ്കിലും ഓർത്തിട്ട് ആരോഗ്യമുള്ളപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വാ, സൗന്ദര്യമുള്ളപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വാ, എല്ലാ സൗകര്യങ്ങളുള്ളപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വാ. കാരണം എവിടെ തൊടണമെന്നും എങ്ങനെ തൊടണമെന്നും അറിയാവുന്നവനാണ് യേശു. ഒന്നാമത്തെ കാരണം കാലെ വീഴാൻ, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം 3, 4-ാമത്തെ കാരണം ലളിതമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്പർ 1, ഒന്നാമത്തെ കാരണം ആശ്രയിക്കാൻ കൊള്ളാകുന്ന ദൈവമാണ് യേശു. 1, ഏക മകളാണ്. അതാണ് ഒന്നാമത്തെ കാരണം. എന്താണ് ഏക മകൾ എന്ന് പറഞ്ഞാൽ? ഒരേ ഒരു കുഞ്ഞേ ഉള്ളെന്ന്. അതൊന്നും അങ്ങനെ വായിച്ചങ്ങോട്ട് വിടാവുന്ന കാര്യമൊന്നും അല്ല. അതൊക്കെ കുറച്ചും കൂടെ പുറകോട്ടിറങ്ങി ചിന്തിക്കണം. ഞാൻ ഒത്തിരി ചിന്തിച്ചതാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ചിന്തിച്ചും എത്ര പിള്ളേർ? 1. അത് വലിയ അത്ഭുതമൊന്നുമല്ല. ഒരെണ്ണം തന്നെ വേണമെന്ന് നിർബന്ധമില്ല ആളുകൾക്ക്, അല്ലേ? നമ്മുടെ ഇടയിലൊക്കെ പണ്ടൊക്കെ എത്ര പിള്ളേരാ അല്ലേ? പണ്ടത്തെ കുറച്ച് കാലം മക്കൾ എത്രയെന്ന് വെച്ചാൽ 2 കൈയും 2 കാലും എണ്ണം പറയും. 10 മിനിമം. ഒരു ഡസനൊക്കെയാ, 14ഒക്കെയാ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ? എൻ്റെ അമ്മയുടെ ചേച്ചിയും ചേച്ചിയുടെ മൂത്ത മോളും ഒരാശുപത്രിയിൽ ഒരുമിച്ചാണ് പ്രസവിച്ച് കിടന്നത്. കാണാൻ വരുന്നവരോട് എൻ്റെ അമ്മയുടെ ചേച്ചിയോട്, നിനക്കൊക്കെ നാണമില്ലോടി എന്നൊക്കെ പറഞ്ഞതറിയാം. അമ്മയും മോളും ഒരുമിച്ചാണ് പ്രസവിച്ച് കിടന്നതെന്ന്. അത് അന്നത്തെ കാലം. ഇന്നാണെങ്കിലോ ആ അമ്മയെ വെടിവെച്ച് കൊല്ലും പിള്ളേർ. അത് അന്നത്തെ ഒരു കാലമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി, മറ്റ് പിള്ളേർ നോക്കിക്കോളും. മൂത്തതുങ്ങൾ നോക്കിക്കോളും. അല്ലെങ്കിൽ അതിന് പുറകെ നടക്കൊന്നും വേണ്ട. അപ്പോൾ സർക്കാർ വിചാരിച്ചു കണ്ടമാനം ജനസംഖ്യ വർധനവാണ്, ഒന്ന് കുറയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പനും അമ്മയും 3 പിള്ളേരും. അതായിരുന്നു കുറേ നാളുകൾ നമ്മുടെ ആപ്തവാക്യം. അപ്പോഴും നോക്കിയിട്ട് രക്ഷയില്ല. സർക്കാർ പറയുന്നതൊക്കെ നമ്മളൊക്കെ കേൾക്കാറുള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറെ ആൾക്കാരൊന്നും, ഈ ക്രിസ്ത്യാനിലൊക്കെ കേൾക്കത്തുള്ളൂ, വേറെ ആൾക്കാരൊന്നും കേൾക്കത്തൊന്നുമില്ല. അപ്പോൾ സർക്കാർ പറഞ്ഞു ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ളത് ഒന്നുകൂടെ പൊളിച്ചെഴുതാം. നാം 2, മറന്നുപോയോ? നമുക്ക് 2. അപ്പോൾ 2 പിള്ളേർ മതി എന്ന് പറഞ്ഞു.
നമ്മളതുപോലെ അംഗീകരിച്ചു. നമ്മൾ സർക്കാരിനൊക്കെ കേൾക്കുമല്ലോ, സർക്കാരിനോട് പ്രാർത്ഥിക്കുന്നവരല്ലേ. അങ്ങനെ നാം രണ്ട് നമുക്ക് രണ്ട്. അപ്പം പിന്നെ സർക്കാർ പറയും ഇപ്പോഴും കൂടുതലാണ്. നമ്മളൊന്ന് നമുക്കൊന്ന്. മറന്നുപോയോ? നമ്മളൊന്ന്. അതപ്പോൾ ഈ അണുകുടുംബം ആകോരെണ്ണമുള്ളൂ. എൻ്റെ പൊന്നോ, അതിനെ തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുബരിക്കും, സപ്പർമഞ്ചക്കട്ടിൽ കിടത്തുന്നു, താരാട്ട് പാട്ട് പാടി ഉറക്കുന്നു. ആ കൊച്ച് ചോദിച്ചതും ചോദിക്കാത്തതും കൊടുക്കുന്നു. അതിനെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെ അപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പിള്ളേരൊന്നും വേണമെന്ന് അങ്ങനെ വലിയ നിർബന്ധമൊന്നും ഇല്ല. ഒന്നാമത്തെ ബൈക്കിനകത്ത് 2 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു കണക്ക് ചിന്തിച്ചാൽ ചിലപ്പോഴൊക്കെ ചിലർക്ക് തോന്നാറുണ്ട് ഇതുങ്ങളൊക്കെ ഉണ്ടാവുന്നേക്കാൾ നല്ല ഉണ്ടാകാത്തതാണ്. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോഴൊക്കെ വിളിക്കുന്ന കേട്ടോ, പണ്ടത്തെയൊക്കെ വിളിക്കുന്നതിനാണ് അച്ചാച്ച, കെട്ടിയവനെ വിളിക്കുന്ന പേരാ പിള്ളേരുടെ അപ്പച്ച, ചേട്ടായി. എന്നാ മര്യാദയുള്ള, എന്നാ ബഹുമാനമുള്ള പേരാ നോക്കിക്കേ നിങ്ങൾ. ഇപ്പോഴെന്നാ വിളിക്കുന്നേ? ഈ പിള്ളേരെ വിളിക്കേണ്ട പേരാണ് ഇപ്പോൾ വിളിക്കുന്നത്. ചക്കരെ, മുത്തേ. ആരെയാ? കെട്ടിയവനെ വിളിക്കണ. കെട്ടിയോള് മുത്തേ, വാവേ, പേര് അവർ അച്ഛ വിളിക്കുന്നു. ആരെ വിളിക്കേണ്ട പേരാ അതൊക്കെ? പിള്ളേരെ വിളിക്കേണ്ടതാ. അതെല്ലാം ഇപ്പോൾ ഇവർ തമ്മിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഇല്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല മട്ടിലാണ് ഇപ്പോഴത്തെ ആളുകൾ പോക്കൊക്കെ. നമുക്ക് കുറച്ചുകൂടെ കാലം പുറകിലോട്ട് പോവാം. കൊല്ലത്തിൽ ഓരോന്ന് വെച്ച് ഉണ്ടാകുന്നൊരു കാലത്തിലാണ് ഈ പാർട്ടികൾ ജീവിച്ചിരുന്നത്. മനസ്സിലായോ? അപ്പോഴെങ്ങനെ ഒരു കൊച്ചുണ്ടാവും? ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ? അതൊരു ചിന്ത. അപ്പോൾ ഒത്തിരി പിള്ളേരുണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടത്തിൽ യായിറോസിന് എത്ര പിള്ളേരേ ഉള്ളൂ? ഒരെണ്ണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? തോന്നണമല്ലോ, ചിന്തിക്കണമല്ലോ. അടുത്ത കാര്യം, ഇവൻ പള്ളിയിലെ പ്രമാണിയാണ് പോലും. ഇപ്പം നാട്ടിലൊരു പ്രമാണിയാകാൻ വലിയ പ്രായമൊന്നും വേണ്ട. ഒരു ഗുണ്ടയോ ക്രിമിനലോ ഒക്കെ ആകാൻ ഒരു 5-6 കേസ് മതി. പക്ഷേ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരാൾ മാന്യമായ നിലയിൽ